ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സിനി സജീവാണ്. ഇന്ന് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഈ ലാസ്റ്റ് ഫ്രൈഡേ ആയിരുന്നു. അതായത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു 80% 90% താണ്ടിക്കഴിഞ്ഞു. അതിനുശേഷമുള്ള ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നും നിറയെ അമ്പലങ്ങളും നിറയെ ട്രാവൽ ചെയ്യണമെന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഇന്ന് ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് പോവുകയാണ്. കാഞ്ചീപുരം അമ്പലങ്ങളുടെ സ്ഥലമാണ്. ഇവിടുന്ന് ചെന്നൈന്ന് ഏകദേശം ഒരു 78 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കാഞ്ചീപുരത്തേക്ക്. ഞാനും ഹസ്ബൻഡും മോൻ ശ്രീഹരിയും ഉണ്ട്. അവൻ ബാക്ക് സീറ്റിലിരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. കാരണം ഇപ്പോൾ ചെന്നൈയിലെ ചൂട് ടെമ്പറേച്ചർ വന്നിട്ട് 37-38 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈവനിങ് ട്രാവൽ ചെയ്താൽ ഏകദേശം വെയിൽ പോകുന്ന ഒരു സമയത്ത് ഒരു 4:30-5 മണിയാകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തിപ്പെടാമെന്നുള്ള ആ ഒരു കാൽക്കുലേഷനിൽ ഉച്ച കഴിഞ്ഞാണ് ഇന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നിറയെ ട്രാവൽ ചെയ്യണം, നിറയെ അമ്പലങ്ങൾ പോകണം, അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്യുന്നു. അതെല്ലാം ഈശ്വരൻ നടത്തി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ അടുത്ത ജേർണി സ്റ്റാർട്ട് ചെയ്തു. അത് കടന്നുപോയി അടുത്തതിലെടുക്കാം. ഇത് അന്ന് നമ്മൾ എക്സാമിന് എപ്പോഴും കണ്ടതല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ കാഞ്ചീപുരം ടെമ്പിളിലെത്തി. വളരെ തിരക്കായതുകൊണ്ട് കുറച്ച് സമയത്തിന് ശേഷം കയറാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു അതിപുരാതന ടെമ്പിളാണ്. ഇത് തൂണുകളെല്ലാം നോക്കും. ഇത് ചോളന്മാർ ഉണ്ടാക്കിയ ഒരു ടെമ്പിളായിട്ടാണ്, അമ്പലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ അതിപുരാതന ടെമ്പിളാണിത്. ഉഗ്രസ്വരൂപിണിയായ ദേവീ രൂപമാണ്, സരസ്വതി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്. വളരെ തിരക്കുള്ള ഒരു അമ്പലമാണിത്.